ഓക്കെ ഓക്കെ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മളൊരു സർക്കിൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സെൻറ്ററിൽ നിന്നും നമ്മൾ വരയ്ക്കുന്ന സാധനത്തിനെ വിളിക്കുന്ന പേരാണ് റേഡിയസ് അഥവാ ആരം. അപ്പോൾ എപ്പോഴും സെൻറ്ററിൽ നിന്ന് ഇതുപോലെ സർക്കിളിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പരക്കുന്ന ഈ ടൈപ്പ് ഓഫ് പാറ്റേൺ നമ്മൾ വിളിക്കുന്നത് റേഡിയൽ പാറ്റേൺ എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ടോപ്പ് മോസ്റ്റ് പോയിന്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സിംഗിൾ പോയിന്റിൽ നിന്ന് പല പല സ്ട്രീംസും എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാ ഭാഗത്തേക്കും പരന്നൊഴുകുന്നുണ്ട്. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പാറ്റേൺ നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് വിളിക്കും? റേഡിയൽ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഈ ടൈപ്പ് ഓഫ് പാറ്റേണിനെ റേഡിയൽ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ഒന്ന് ഡെൻഡ്രൈറ്റ് പാറ്റേൺ, രണ്ടാമത്തത് റേഡിയൽ പാറ്റേൺ. ഓക്കെ, ഇനി മൂന്നാമതൊരു ടൈപ്പ് പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വാലീസിൽ നിന്ന് ഇതുപോലെ എന്ത് ചെയ്യുന്നു? ഒരു വലിയ സിംഗിൾ സ്ട്രീം ഓഫ് റിവർ ഇങ്ങനെ ഒഴുകി വരുന്നു. അതിന് പാരലായിട്ട് ചെറിയ ചെറിയ വാലീസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് പാരലായിട്ട് ചെറിയ ചെറിയ വാലീസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഇപ്പം മലകൾ ഇങ്ങനെ ഉണ്ട്, ഇവിടെയൊക്കെ ഇങ്ങനെ മലകളാണ്. അപ്പോൾ ഇതിന് പാരലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ വാലീസ് അല്ലാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ ചെരിവുകളുണ്ടെന്ന് വിചാരിക്കുക. മഴ പെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ ചെറിയ ചെറിയ വാലീസിലേക്ക് എന്ത് സംഭവിക്കുന്നു? വെള്ളം വന്ന് ചേരുന്നു. അപ്പോൾ ഈ സ്ട്രീമുകൾ മെയിൻ സ്ട്രീമിന് പെർപെൻഡിക്കുലറായിട്ട് ഇതുപോലെ വന്ന് ചേരുന്ന പാറ്റേണിന് നമ്മൾ എന്തെന്ന് പറയുന്നു? ടെർട്ടൈൽ പാറ്റേൺ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നു. ടെർട്ടൈൽ പാറ്റേൺ. അപ്പോൾ ഒരു പാറ്റേൺ നമ്മൾ പഠിച്ചു, ഏത്? ഡെൻഡ്രൈറ്റ് പാറ്റേൺ, റേഡിയൽ പാറ്റേൺ, ടെർട്ടൈൽ പാറ്റേൺ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ടുള്ള സാധനമാണ് എന്തെന്ന് പറയുന്നത്? ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു പാറ്റേണാണ് എന്തെന്ന് പറയുന്നത്? സെൻട്രിപെറ്റൽ പാറ്റേൺ. ഓക്കെ, ഇത് ടെർട്ടൈലല്ല, ട്രെലിസ് പാറ്റേൺ. ടെർട്ടൈലല്ല, ട്രെലിസ് പാറ്റേൺ. ട്രെലിസ് പാറ്റേൺ. ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ വന്ന് ചേരുന്ന അരുവികളൊക്കെ സ്ട്രീംസൊക്കെ എന്തായിരിക്കും? ഇതിന് മ്യൂച്വലി പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ലംബമായിട്ടായിരിക്കും വന്ന് പതിക്കുന്നുണ്ടാവുക. ഓക്കെ, ട്രെലിസ് പാറ്റേൺ. ഇനി അടുത്തത് എന്താ? സെൻട്രിപെറ്റൽ പാറ്റേൺ. ഒരു വലിയൊരു തടാകം ഉണ്ടെന്ന് വിചാരിക്കുക. ആ തടാകത്തിലേക്ക് എല്ലാ റിവറുകളും വന്ന് ചേരുകയെന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾ നേരത്തെ നോക്കിയേ, ആദ്യം നിങ്ങളൊരു റേഡിയലായിട്ടുള്ളൊരു പാറ്റേൺ തന്നെയാണ് നിങ്ങൾ കണ്ടത്. പക്ഷേ ഇവിടെ എന്താ വ്യത്യാസം? ഒക്കെ വന്ന് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഒക്കെ വന്ന് എന്ത് ചെയ്യുകയാണ്? അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? എല്ലാം എല്ലാ ഭാഗത്തേക്കും പരന്നൊഴുകുകയാണ് ചെയ്യുന്നത്. ഇവിടെയോ എല്ലാം കൂടിയിട്ട് ഒരൊറ്റ സ്ഥലത്ത് വന്നിട്ട് അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഈ പാറ്റേൺ നമ്മൾ വിളിക്കുന്നതാണ് സെൻട്രിപെറ്റൽ പാറ്റേൺ. അപ്പോൾ ഈ പോയിൻ്റ് എന്തുണ്ടാവും? ഈ ചുറ്റുള്ള പോയിൻറ്റിനെക്കാട്ടിലും പൊക്കം കുറവായിരിക്കും, അല്ലെങ്കിൽ ലോ ഹൈറ്റിലായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ലോ ഗ്രേഡിയൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ താഴ്ന്നായിരിക്കും ആ പറഞ്ഞിട്ടുള്ള സ്ഥലം ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒഴുകി അതിൽ വന്നിരിക്കും. ഇപ്പോൾ ഇസ്രായേലിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഡെഡ് സീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഗതി ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഡെഡ് സീ. അപ്പം ഇങ്ങനെയാണ് ഇസ്രായേൽ എന്ന് വിചാരിക്കുക. അങ്ങനെ ഇസ്രായേൽ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് ചെറിയൊരു തടാകമുണ്ട്, ഡെഡ് സീ എന്ന് പറഞ്ഞിട്ട്. ഈ ഡെഡ് സീ എന്ന് പറയുന്നത് ഏകദേശം സീ ലെവലിൽ നിന്ന് 2000 അടി താഴെയാണ്. 2000 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2000 ഫീറ്റ് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത്. അഥവാ ലോകത്തിലെ ഏറ്റവും ബിലോ സീ ലെവലിലുള്ള ഏറ്റവും താഴെയുള്ള പോയിൻ്റാണ് ഈ ഡെഡ് സീ റീജിയൻ എന്ന് പറയുന്നത്. ഈ ഡെഡ് സീക്ക് ചുറ്റുമായിട്ട് ഇതേപോലെ പല റിവേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ജോർദാൻ റിവർ ഉണ്ട്. ഈ ജോർദാൻ റിവർ എന്താ ചെയ്യുന്നത്? ഡെഡ് സീയിൽ വന്ന് ഇങ്ങനെ എത്തും. അതുപോലെ ഇതിന് ചുറ്റും പല പല റിവേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യും? ഈ ഡെഡ് സീയിൽ ഇതുപോലെ വന്ന് ഇങ്ങനെ അവസാനിക്കും. അപ്പോൾ ഈ ടൈപ്പ് ഓഫ് പാറ്റേൺ നമ്മൾ വിളിക്കുന്നത് എന്താണ്? സെൻട്രിപെറ്റൽ പാറ്റേൺ എന്നാണ് നമ്മൾ ജനറലി വിളിക്കുക. ഓക്കെ, യെസ്. ഇനി ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തോട്ട് പോവുകയാണ്. ഇനി നമ്മൾ ക്യാച്ച്മെൻറ്റ് ഏരിയ, ഡ്രെയിനേജ് ഏരിയ, എന്താണ് ഈ രണ്ട് സംഗതികൾ എന്നുള്ളത് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ആദ്യം തന്നെ നമ്മൾക്ക് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലേക്ക് തിരിച്ചൊന്ന് പോവാം. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ മഴ പെയ്യുന്നു. ഓക്കെ, നമ്മുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ എന്ത് ചെയ്യുന്നു? മഴ പെയ്യുന്നു. ആ പെയ്ത മഴ എന്ത് ചെയ്യുന്നു?
ഇപ്പോൾ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ മാത്രം മഴ പെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. ഓക്കെ, ടെറസിൻ്റെ മുകളിൽ മാത്രം എന്ത് ചെയ്യുകയാണ്, മഴ പെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. ഇപ്പം പഞ്ചായത്ത് നോക്കിയിട്ടാണല്ലോ മഴയൊക്കെ പെയ്യുന്നത്. അതായത് ഇന്ന പഞ്ചായത്തിൽ മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പെയ്യുന്ന മഴയൊക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ ടെറസിൻ്റെ മണ്ടയിൽ മാത്രം പെയ്യുന്നൊരു സെപ്പറേറ്റ് ഒരു പ്രത്യേക തരം മഴ ഉണ്ടെന്ന് വിചാരിക്കുക. ആ മഴ ഇതേപോലെ തന്നെ ടെറസിൻ്റെ മുകളിൽ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക എന്ന് വിചാരിക്കുക. അങ്ങനെ പെയ്ത് ഇതിൻ്റെ സൈഡിൽ ഇങ്ങനെ പാത്തിയൊക്കെ നമ്മളിങ്ങനെ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്തിയെ കൂടെ ഇതിങ്ങനെ ഒഴുകി വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ വീടിൻ്റെ ചുവര് അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്ലോറിൽ അല്ലെങ്കിൽ മുറ്റത്ത്, വീടിൻ്റെ മുറ്റത്തൊക്കെ ഇതേപോലെ തന്നെ ഇങ്ങനെ വെള്ളം ഒഴുകി അവസാനം എന്ത് ചെയ്യുന്നു, ഒരു റോഡിൽ കൂടെ ഇങ്ങനെ ഒഴുകിപ്പോയിട്ട് അവസാനം ഒരു ചാലിൽ ചെന്ന് ചേരുന്നു. ഇനി ആ ചാലിൽ നിന്ന് ചെന്ന് ഒഴുകി അത് അവസാനം എന്ത് ചെയ്യുന്നു, ഒരു കായലിൽ ചെന്ന് ചേരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പം മഴ എവിടെ മാത്രമേ പെയ്യുന്നത്, നമ്മുടെ ഓടിൻ്റെ പെരപ്പുറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിൽ നമ്മുടെ ഓടിൻ്റെ പുറത്ത് മാത്രം അങ്ങനെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പെയ്തുകൊണ്ടിരിക്കുന്ന മഴ എവിടേക്കൊക്കെ സ്പ്രെഡായി, വെള്ളം ആദ്യം വീടിൻ്റെ മുറ്റത്തേക്ക് സ്പ്രെഡായി, മുറ്റത്ത് നിന്ന് റോട്ടിലേക്ക് സ്പ്രെഡായി, റോട്ടിൽ നിന്ന് നേരൊരു ചാലിലേക്ക് സ്പ്രെഡായി, ചാലിൽ നിന്ന് അത് എവിടേക്ക് പോയി, ഒരു കുളത്തിലേക്ക് പോയി. ഡ്രെയിനേജ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഭാഗങ്ങൾ മൊത്തം, ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരപ്പുറത്ത് പെയ്യുന്ന മഴ അതിൻ്റെ ഏരിയ, പിന്നെ അത് താഴേക്ക് വീണ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് ചുറ്റുവട്ടത്തുള്ള ഏരിയ, പിന്നെ റോഡ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൻ്റെ മൊത്തം ഏരിയ, പിന്നെ ചാലെടുത്ത് കഴിഞ്ഞാൽ ചാലിൻ്റെ ഏരിയ, അത് നേരെ ചെന്ന് കഴിഞ്ഞിട്ട് എവിടെ വന്ന് വീഴും. അതായത് മഴ പെയ്യുന്ന സമയം തുടങ്ങി അത് അവസാനം ഒഴുകി എവിടെ ചെന്ന് അവസാനിക്കുന്നോ അവിടെ വരെയുള്ള മൊത്തം ഏരിയേനെ നമ്മൾ വിളിക്കുന്ന പേര് ഡ്രെയിനേജ് ഏരിയ അല്ലെങ്കിൽ ഡ്രെയിനേജ് ബേസിൻ നമ്മൾ പറയും. ഇതിനൊരു 3 ഡയമെൻഷണൽ ഫിഗറായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് പൊക്കവും അതേപോലെ തന്നെ ഹൈറ്റും പൊക്കവും എല്ലാം എടുത്തു കഴിഞ്ഞിട്ട് എല്ലാം കൂടി ചേർന്നിട്ടുള്ളൊരു സിംഗിൾ സാധനത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡ്രെയിനേജ് ഏരിയ എന്ന് പറയുന്നത്. ഇനി ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വെള്ളം വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൻ വഴിയാണല്ലോ. ഈ റെയിൻ എന്ത് സംഭവിക്കുന്നു, ഈ റെയിൻ പെരപ്പുറത്ത് മാത്രമേ പെയ്യുന്നുള്ളൂ, അല്ലാതെ ബാക്കിയുള്ള സ്ഥലത്തൊന്നും പെയ്യുന്നില്ല. അഥവാ ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്ന ഭാഗം എവിടെ മാത്രമാണ്, വീടിൻ്റെ പെരപ്പുറം മാത്രമാണ്. അപ്പോൾ ആ പെരപ്പുറത്തെ ഏരിയനെ മൊത്തമായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാച്ച്മെൻറ്റ് ഏരിയ. അഥവാ ഒരു റിവർ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റിവറിനെ ഫീഡ് ചെയ്യുന്ന റെയിനോ അല്ലെങ്കിൽ സ്നോവോ അങ്ങനെ എന്തും ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ അല്ലെങ്കിൽ സ്നോ ക്യാപ്ഡ് മൗണ്ടൻസ് ആണെന്നുണ്ടെങ്കിൽ ആ സ്നോ ഇരിക്കുന്ന റീജിയണോ, അല്ലാന്നുണ്ടെങ്കിൽ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ മഴ പെയ്യുന്ന ഏരിയകൾ മൊത്തമോ, അല്ലെങ്കിൽ കാട്ടിൽ നിന്ന് ഒലിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ആ കാട് മൊത്തമോ, അങ്ങനെ ഈ റിവറിൻ്റെ സോഴ്സായിട്ട് ആക്ട് ചെയ്യുന്ന ഏരിയകൾ മൊത്തം നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാച്ച്മെൻറ്റ് ഏരിയ. ഇനി റിവർ ഇങ്ങനെ പോകുന്ന വഴിക്ക് ഇതേപോലെ തന്നെ വേറൊരു സ്ഥലത്ത് ഇതേപോലെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഇതേപോലെ വരുന്ന വെള്ളം അതൊക്കെ കൂടിയിട്ട് റിവറിൽ വന്ന് ചേരുകയാണെന്നുണ്ടെങ്കിൽ ആ പ്രദേശങ്ങൾ മൊത്തമായിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ക്യാച്ച്മെൻറ്റ് ഏരിയ. ഓക്കെ, ആ ഒരു പ്രദേശത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്യാച്ച്മെൻറ്റ് ഏരിയ. അപ്പോൾ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മഴ പെയ്യുന്ന പ്രദേശങ്ങളെ മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ ക്യാച്ച്മെൻറ്റ് ഏരിയ എന്ന് പറയും. അതുമൂലം ഡ്രെയിനേജിൽ നിന്ന് ഒഴുകി എല്ലാ പ്രദേശത്തേക്ക് എത്തുന്ന ഫുൾ റിവറിൻ്റെ ആ ഒരു എക്കോസിസ്റ്റത്തിനെ മൊത്തമായിട്ട് നമ്മൾ എന്തെന്ന് പറഞ്ഞിട്ട് വിളിക്കും, റിവർ ബേസിൻ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കും. ഓക്കെ, റിവർ ബേസിൻ അഥവാ ഡ്രെയിനേജ് ഏരിയ. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ക്യാച്ച്മെൻറ്റ് ഏരിയ എന്താണെന്ന് പഠിച്ചു, രണ്ടാമത്തത് ഡ്രെയിനേജ് ഏരിയനെ കുറിച്ചിട്ട് പഠിച്ചു. ഇനി വാട്ടർ ഷെഡ് നോക്കിയേ, ഈ പരപ്പുറം എങ്ങനെ ഇരിക്കുന്നത്, ഇതുപോലെ ഇരിക്കുന്നത്. ഇവിടെ ഇങ്ങനെ പെയ്യണമെന്ന് വിചാരിക്കുക, കുറച്ച് ഇപ്പുറത്തേക്ക് മാറിയിട്ട് പെയ്യണമെന്നുണ്ടെങ്കിൽ ആ വെള്ളം എങ്ങോട്ടേക്ക് ഒഴുകി പോവുക, ഈ സൈഡിലേക്ക് ഒഴുകി പോവുക. കുറച്ച് ഇപ്പുറത്തേക്കാണ് പെയ്യുന്നതെന്നുണ്ടെങ്കിലോ അത് ലെഫ്റ്റ് സൈഡിലേക്ക് അല്ലെങ്കിൽ റൈറ്റ് സൈഡിലേക്കാണ് ഒഴുകി പോവുക. നമ്മുടെ വീടിൻ്റെ 2 എൻഡിൽ 2 ചാലുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് വീടിരിക്കുന്ന പ്രദേശത്താണ്. ഈ വീട് ഇത്തിരി പൊക്കത്തിലാണ്. ഇവിടെ ഒരു ചെറിയ ചാലുണ്ട്. ഈ ചാല് നേരെ വേറൊരു കുളത്തിലേക്കാണ് പോകണമെന്ന് വിചാരിക്കുക. ഇവിടെയും ചെറിയൊരു ചാലുണ്ട്. ഇത് നേരെ ചെന്നിട്ട് എന്താ ചെയ്യണം, വേറൊരു കായലിലേക്ക് ചെന്ന് ചേരണമെന്ന് വിചാരിക്കുക. അപ്പോൾ മഴ അവിടെ പെയ്യാമെന്ന് വിചാരിക്കുക. മഴ ലെഫ്റ്റ് സൈഡിലാണ് പെയ്യണമെന്നുണ്ടെങ്കിൽ, പെരപ്പുറത്തിൻ്റെ ലെഫ്റ്റ് സൈഡിലാണ് പെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം മൊത്തം എവിടെ പോയിട്ടുണ്ടാവും, കായലിൽ പോയിട്ടുണ്ടാവും. ഇനി മഴ റൈറ്റ് സൈഡിലാണ് പെയ്യണമെന്നുണ്ടെങ്കിൽ വെള്ളം മൊത്തം എവിടെ പോയിട്ടുണ്ടാവും, കുളത്തിലേക്ക് പോയിട്ടുണ്ടാവും.
അപ്പോൾ ഈ രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. രണ്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. അതായത് ഈ ലൈനിന് റൈറ്റ് സൈഡിൽ പെയ്യുന്ന മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളത്തിൽ ചെന്ന് ചേരും. ഇതിന് ലെഫ്റ്റ് സൈഡിൽ ചെന്ന് പെയ്യുന്ന മഴ എന്ത് ചെയ്യും? കായലിൽ ചെന്ന് ചേരും. ഓക്കെ. അപ്പം മഴ പെയ്യുന്ന ക്യാച്ച്മെൻറ്റ് ഏരിയയുടെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വാട്ടർ ഷെഡ്. ആ വാട്ടർ ഷെഡിൻ്റെ സ്ലോപ്പ് എങ്ങോട്ടാണോ എന്നുള്ളതിനെ ആശ്രയിച്ചായിരിക്കും എന്തുണ്ടായിരിക്കുക? ഡ്രെയിനേജിൻ്റെ ഫ്ലോ ഉണ്ടായിരിക്കുക. അപ്പോൾ അല്ലെങ്കിൽ രണ്ട് സെപ്പറേറ്റ് ഡ്രെയിനേജ് സിസ്റ്റംസ് ആയിട്ട് ഇത് നോക്കിയാൽ ഇത്രയും ഡ്രെയിനേജ് സിസ്റ്റം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു ഡ്രെയിനേജ് സിസ്റ്റമാണ്. ഇത്രയും ഭാഗം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വേറൊരു ഡ്രെയിനേജ് സിസ്റ്റമാണ്. അപ്പോൾ അങ്ങനെ ആ ഡ്രെയിനേജ് സിസ്റ്റത്തിനെ രണ്ടായിട്ട് തരംതിരിക്കുന്ന ഒരു റിഡ്ജ് അല്ലെങ്കിൽ ആ ഒരു പോയിൻറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? വാട്ടർ ഷെഡ് എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടുള്ള പല കാര്യങ്ങളും ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ബാക്കിയുള്ളത് നമുക്ക് വഴിയെ നോക്കാം.